This video is on the topic monostable multivibrator using op-amp. ഓപ്പറേഷണൽ ആംപ്ലിഫയർ വെച്ചുകൊണ്ടുള്ള ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ വർക്കിംഗ് ആണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഒരു ഒപ്പാമ്പ് ഉണ്ട്, അതിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജിനെ VN ആയിട്ടും പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജിനെ VP ആയിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൽ പറഞ്ഞ പോലെ ഈ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജുകൾ കമ്പയർ ചെയ്യുമ്പോൾ വെൻ VP is greater than VN, പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. ദാറ്റ് ഈസ് പോസിറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജിലോട്ടാണ് സ്വിച്ച് ചെയ്യുക. ഇഫ് VP ഇസ് ലെസ് ദാൻ VN, അതായത് VP കുറവും VN ആണ് ഹൈ, അതായത് നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് ഹൈ എങ്കിൽ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റിലോട്ടാണ് സ്വിച്ച് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ ഇൻപുട്ട് സൈഡിൽ ഒരു ഡയോഡും അതിന് അക്രോസ് ഒരു കപ്പാസിറ്ററും കണ്ടിട്ടുണ്ട്, വിച്ച് ആർ കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ആൻഡ് അതർ ടെർമിനൽ ഇസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ആൻഡ് ഔട്ട്പുട്ടും നെഗറ്റീവ് ടെർമിനലുമായിട്ട് ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഔട്ട്പുട്ടും പോസിറ്റീവ് ടെർമിനലുമായിട്ട് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഇൻ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇനി പോസിറ്റീവ് ടെർമിനലിലോട്ട് ഇൻപുട്ട് സൈഡിൽ ഒരു ഡിഫറൻഷിയേറ്ററും ഒരു ഡയോഡ് നെഗറ്റീവ് ടെർമിനലിൽ ഫസ്റ്റ് വെച്ചിരിക്കുന്ന രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സർക്യൂട്ടിലുള്ള കണക്ഷൻ. ഇനി മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് വെച്ചാൽ വിച്ച് വിൽ ബി ഹാവിങ് ഓൺലി വൺ സ്റ്റേബിൾ സ്റ്റേറ്റ്. ഈ ഒരു മൾട്ടിവൈബ്രേറ്ററിന് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇത് അൺസ്റ്റേബിൾ ആകുന്നത് വെൻ എൻ ട്രിഗർ ഈസ് അപ്ലൈഡ് എക്സ്റ്റേണലി. ഒരു ട്രിഗർ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് അൺസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് പോകുന്നത്. അതും കുറച്ച് സമയത്തേക്ക് മാത്രമാണ് അൺസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് പോവുക. എഗെയിൻ ഇറ്റ് കംസ് ടു സ്റ്റേബിൾ സ്റ്റേറ്റ്, വീണ്ടും അത് സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരും. ആ സമയത്ത് ഒരു ട്രിഗറും ആവശ്യമില്ല. ഓക്കെ, ഒരു ട്രിഗർ കൊടുത്താലാണ് ഈ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് ഇയാൾ അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോവുള്ളൂ. എഗെയിൻ കുറച്ച് സമയത്തിന് ശേഷം അത് എഗെയിൻ റീറ്റെയിൻ ചെയ്യും, സ്റ്റേബിൾ സ്റ്റേറ്റ് റീറ്റെയിൻ ചെയ്യും. ഇനി അതിനെ വീണ്ടും അൺസ്റ്റേബിൾ ആക്കണമെങ്കിൽ എഗെയിൻ എന്ത് കൊടുക്കണം, ട്രിഗർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ കൺസെപ്റ്റ്. സോ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ് ഈ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 0.7 വോൾട്ട്, അതായത് ഡയോഡിൻ്റെ കട്ടിൻ വോൾട്ടേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഡയോഡിന് അക്രോസ് കപ്പാസിറ്റർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ടിൻ വോൾട്ടേജ് ആണ് നമുക്ക് കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുക. അപ്പോൾ 0.7 വോൾട്ട് ആണ് കപ്പാസിറ്ററിൽ, അതുകൊണ്ട് തന്നെ ഈ ഒരു വോൾട്ടേജ് തന്നെയാണ് നെഗറ്റീവ് ടെർമിനലിൽ കാണിക്കുക. അപ്പോൾ 0.7 വോൾട്ട് ഈ നെഗറ്റീവ് ടെർമിനലിൽ ഉണ്ടായിരിക്കും. ഇനി ഇതൊരു മൾട്ടിവൈബ്രേറ്റർ ആണ്. സോ ഔട്ട്പുട്ടിലുള്ള ചെറിയ വോൾട്ടേജ് കാരണം ഫീഡ്ബാക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു ബീറ്റ വിസാറ്റ് വോൾട്ടേജ്, അതായത് വോൾട്ടേജ് ഡിവൈഡർ റൂൾ അനുസരിച്ച് ബീറ്റ വിസാറ്റ് എന്നുള്ള, അതായത് വിസാറ്റ് ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് ഡിവൈഡർ റൂൾ അനുസരിച്ച് R1/R1+R2. അപ്പോൾ കഴിഞ്ഞ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ വീഡിയോയിൽ ഈ ബീറ്റ വിസാറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു വോൾട്ടേജാണ് പോസിറ്റീവ് ടെർമിനലിലേക്ക് വരിക. അപ്പോൾ ബീറ്റ വിസാറ്റ് എന്നുള്ള വോൾട്ടേജ് ആയിരിക്കും പോസിറ്റീവ് ടെർമിനലിൽ, ആൻഡ് നെഗറ്റീവ് ടെർമിനലിൽ ഒരു 0.7 വോൾട്ടാണ് ഉണ്ടായിരിക്കുക. സോ കമ്പയറബിളി പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് ഹയർ. സോ ഔട്ട്പുട്ട് പ്ലസ് വിസാറ്റ് തന്നെയായിട്ട് റിമെയിൻ ചെയ്യും, അത് അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കും. ഓക്കെ, അൺലെസ് ഒരു നെഗറ്റീവ് ട്രിഗർ അപ്ലൈ ചെയ്യുന്നത് വരെ ഈ ഔട്ട്പുട്ട് പ്ലസ് വിസാറ്റിൽ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു കണക്ഷൻ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു കണക്ഷൻ എംപ്ലോയ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടാണ്. സോ ഇവിടെ നമുക്ക് പോസിറ്റീവ് പൾസസും നെഗറ്റീവ് പൾസസും ഔട്ട്പുട്ടിൽ കിട്ടും. സോ അതിനെ ഒരു ഡയോഡിൽ കൂടെ കടത്തി വിടുമ്പോൾ നെഗറ്റീവ് ടെർമിനലാണ് ഈ ഡയോഡിൻ്റെ ഫസ്റ്റിലിരിക്കുന്നത്. സോ വിച്ച് വിൽ ഓൺലി പാസ് ദി നെഗറ്റീവ് ട്രിഗർ പൾസസ് ടുവേർഡ്സ് ഇറ്റ്. ഓക്കെ, അതിൽ കൂടെ അത് നെഗറ്റീവ് പൾസസിനെ മാത്രമേ കടത്തി വിടുള്ളൂ. സോ നമുക്കിവിടെ എന്ത് വരും, ഒരു നെഗറ്റീവ് പൾസ് പോസിറ്റീവ് ടെർമിനലിൽ അവൈലബിൾ ആവും. അപ്പോൾ ഇത്ര നേരം നമ്മുടെ ഔട്ട്പുട്ട് പ്ലസ് വിസാറ്റിൽ അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മളൊരു നെഗറ്റീവ് ട്രിഗർ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെർമിനലിൽ ഒരു നെഗറ്റീവ് ട്രിഗർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ നെഗറ്റീവായി പോയി.
അപ്പോൾ കമ്പയറബിളി കൂടുതൽ കുറച്ചും കൂടി ഹയർ ഏതാണ്, ഈ ഒരു നെഗറ്റീവ് ടെർമിനലിലെ വാല്യൂ ആണ്. 0.7 എന്നുള്ള വോൾട്ടാണ്. അതിനേക്കാട്ടും നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ വി പിയിൽ കണക്ട് ചെയ്തത്. സോ കമ്പയറബിളി ഈ രണ്ട് നെഗറ്റീവ് വാല്യൂവിനെ അപേക്ഷിച്ച് കൂടുതൽ 0.7 എന്നുള്ള വോൾട്ടാണ്. സോ ഔട്ട്പുട്ട് എന്തിലേക്ക് സ്വിച്ച് ചെയ്യും, ഔട്ട്പുട്ട് ലോവർ ആയിട്ട് സ്വിച്ച് ചെയ്യും. അതായത് നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് തന്നെ എന്താ ഔട്ട്പുട്ട് -V സാറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. അതായത് അൺസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. അതാണ് ഈ ഒരു വേവ് ഫോമിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഓൾറെഡി നമ്മളുടെ ഔട്ട്പുട്ട് +V സാറ്റിലോട്ട് റിമെയിൻ ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മളൊരു നെഗറ്റീവ് ട്രിഗർ അപ്ലൈ ചെയ്തത്. ഓക്കെ, ഡിഫറൻഷ്യേറ്ററിൽ 2 പൾസ് വന്നു. ഡയോഡ് നെഗറ്റീവ് പൾസിനെ മാത്രം പോസിറ്റീവ് ടെർമിനലിലോട്ട് കടത്തിവിട്ടു. അപ്പോൾ ആ ഒരു ട്രിഗർ കിട്ടുമ്പോൾ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് -V സാറ്റിലോട്ട് സ്വിച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് -V സാറ്റ് ആയിട്ടുണ്ടാകും. ബിക്കോസ് ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് ആണ് വന്നത്. അതിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് എവിടെയുണ്ട്, നെഗറ്റീവ് ടെർമിനലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹയർ ആയി നിൽക്കുന്നത് നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ ഔട്ട്പുട്ട് -V സാറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് V സാറ്റിൽ നിന്ന് -V സാറ്റിലോട്ട് സ്വിച്ച് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ -V സാറ്റിലോട്ട് സ്വിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, 0.7 വോൾട്ട് എന്നുള്ള ആ ഒരു ലെവലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഡിസ്ചാർജ് ചെയ്ത്, അതായത് നെഗറ്റീവ് V സാറ്റിലോട്ടാണ് അത് ഡിസ്ചാർജ് ചെയ്യുക. അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജിനെക്കാട്ടും, അതായത് ട്രിഗർ വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത് അല്ലേ, ആ നെഗറ്റീവ് VT ആണ് നമ്മുടെ ട്രിഗർ വോൾട്ടേജ് എന്ന് വിചാരിക്കുക. ഈ നെഗറ്റീവ് VT എന്നുള്ള ട്രിഗർ വോൾട്ടേജിൻ്റെ ലെവലിനെക്കാട്ടും താഴെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, സഡൻലി വീണ്ടും ഹൈ ആയിട്ട് മാറും. അതായത് ഈ ഒരു കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെയുള്ള ഒരു നെഗറ്റീവ് വോൾട്ടേജ് ഉണ്ടല്ലോ, VT ട്രിഗർ വോൾട്ടേജ്, അതിനേക്കാൾ താഴെ വരുമ്പോൾ ഇപ്പോൾ ഏത് ടെർമിനലിലെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ, പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ആവും കമ്പയറബിളി കൂടുതലായി നിൽക്കുന്നുണ്ടാവുക അല്ലേ. അതായത് വി പിയിലുള്ള വോൾട്ടേജിനേക്കാൾ താഴെ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്ത് താഴെ എത്തിയാൽ പോസിറ്റീവ് ടെർമിനലിലെ ട്രിഗർ വോൾട്ടേജ് കമ്പയറബിളി കൂടുതലായിട്ട് തോന്നും. സോ ഔട്ട്പുട്ട് എന്തിലോട്ട് വീണ്ടും സ്വിച്ച് ചെയ്യും, പോസിറ്റീവിലോട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജിങ് ആണ് എന്ത് നിശ്ചയിക്കുന്നത്, അൺസ്റ്റേബിൾ സ്റ്റേറ്റ് എത്ര സമയം വരെ നിലനിൽക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ കപ്പാസിറ്റർ സഡനായിട്ട് എഗെയിൻ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യില്ല, അവിടെ അവസാനിപ്പിക്കും, ഔട്ട്പുട്ട് സ്വിച്ച് ചെയ്യും. എഗെയിൻ കപ്പാസിറ്റർ എന്തിലോട്ട് ചാർജ് ചെയ്യും, ആ 0.7 വോൾട്ടേജ് റീറ്റെയിൻ ചെയ്യും. ഓക്കെ, കപ്പാസിറ്ററിൽ എഗെയിൻ 0.7 എന്നുള്ള വോൾട്ടേജ് റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നെക്സ്റ്റ് ഈ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് നമ്മുടെ മോണോസ്റ്റേബിളിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തു. ആ സ്റ്റേബിൾ സ്റ്റേറ്റ് എഗെയിൻ അൺസ്റ്റേബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എഗെയിൻ ഒരു ട്രിഗർ കൊടുത്താലേ എഗെയിൻ അത് വീണ്ടും അൺസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് മൈനസ് ടെർമിനലിൽ ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഇനീഷ്യലി ഒരു 0.7 വോൾട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ആ 0.7 വോൾട്ട് തന്നെയാണ് നെഗറ്റീവ് ടെർമിനലിൽ അവൈലബിൾ ആയിട്ടുണ്ടാകുക. പോസിറ്റീവ് ടെർമിനലിൽ ഈ ടൈമിൽ ഒരു ബീറ്റ ഔട്ട്പുട്ട് ഒരു വോൾട്ടേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക, V സാറ്റ്. സോ കമ്പയറബിളി പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൂടുതൽ, അതുകൊണ്ട് ഔട്ട്പുട്ട് V സാറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് കൊണ്ട് തന്നെയാണ് ഇരിക്കുക. ഇനി ഈ സമയത്താണ് നമ്മളൊരു ട്രിഗർ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു സർക്യൂട്ട് എപ്പോഴും റിമെയിൻ ചെയ്യുക. ഇനി സർക്യൂട്ടിലൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിലൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ എന്ത് കൊടുക്കണം, ഈ ഒരു സർക്യൂട്ട് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യണം. അതായത് ഈ ഒരു സർക്യൂട്ടിൽ ഇൻപുട്ട് കൊടുക്കുക. ഇൻപുട്ട് ഈ ഒരു ഡിഫറൻഷ്യേറ്റർ കൂടെ കടന്നു പോകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ട്രിഗേഴ്സ് അവൈലബിൾ ആവും. ഒരു ഡയോഡ് വെച്ചാൽ നെഗറ്റീവ് ട്രിഗറിനെ മാത്രം പാസ് ചെയ്യും, അത് എവിടേക്ക് എത്തും, ഈ ഒരു പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തും. സോ നെഗറ്റീവ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് കിട്ടിയത്. അപ്പോൾ കമ്പയറബിളി VNഉം VPയും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ നെഗറ്റീവ് VP ആണ്. അപ്പോൾ ഇവിടെ ഹയർ ആയി നിൽക്കുന്ന വോൾട്ടേജ് VNലെ വോൾട്ടേജ് ആണ്, അത് നെഗറ്റീവ് ടെർമിനലിലെ വോൾട്ടേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് -V സാറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. അതായത് അതിനർത്ഥം നെഗറ്റീവ് ട്രിഗർ കിട്ടിയപ്പോൾ ഹൈ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റിലിരുന്ന മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് അസ്റ്റേബിൾ എന്നുള്ള, അതായത് സ്റ്റേബിൾ അല്ലാത്ത സ്റ്റേറ്റിലോട്ട് സ്വിച്ച് ചെയ്തു. ഓക്കെ, ഇനി ഇതെത്ര സമയം ഈ ഒരു അസ്റ്റേബിൾ സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്യുന്നുള്ളത് കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജിങ്ങിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ 0.7 വോൾട്ടിൽ നിന്ന കപ്പാസിറ്റർ ഔട്ട്പുട്ട് നെഗറ്റീവായ സമയത്ത് എന്ത് ചെയ്യാൻ തുടങ്ങും, ആ നെഗറ്റീവ് വോൾട്ടേജിലോട്ട് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഈ കപ്പാസിറ്ററിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ടെർമിനലിലെ ട്രിഗർ വോൾട്ടേജിനേക്കാൾ താഴെ പോകുമ്പോൾ
കമ്പാരബിളി ആര് കൂടും, പോസിറ്റീവ് ടെർമിനൽ കൂടിയ പോലെയാകും. സോ എഗെയിൻ നമ്മുടെ ഔട്ട്പുട്ട് പോസിറ്റീവ്, അതായത് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റ് റീറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇനി അതിനെ അൺസ്റ്റേബിൾ ആക്കണമെങ്കിൽ എഗെയിൻ ഒരു ട്രിഗർ കൊടുക്കണം. സോ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് വിൽ ബി ഹാവിങ് എ സിംഗിൾ സ്റ്റേബിൾ സ്റ്റേറ്റ്. ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് അൺസ്റ്റേബിൾ വി നീഡ് ടു അപ്ലൈ എക്സ്റ്റേണൽ ട്രിഗർ പൾസ്. Hope you understand. Thank you.